കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശം ലഭിച്ചതിന് പിന്നാലെ പ്രചാരണം പുനരാരംഭിച്ച മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ ഹിയറിംഗിനായി വൈഷ്ണ ഇന്ന് വരണാധികാരിക്ക് മുന്നിലും ഹാജരാകും. മുട്ടടയിൽ CPM-ന് മുട്ടിടിച്ചു എന്നാണ് വിഷയത്തിൽ KSUവിന്റെ പ്രതികരണം. മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുന്നത്. വൈഷ്ണ, കോടതിയിൽ നിന്നിപ്പോൾ അനുകൂലമായ ഒരു പരാമർശം ഉണ്ടായിരിക്കുകയാണ്. വിധിയും അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം വിധിയും അനുകൂലമാകുന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസവുമുണ്ട്. 2-3 ദിവസമായിട്ട് പ്രചരണം ഇല്ല. അപ്പോൾ ഇനി മുന്നോട്ട് പ്രചരണത്തിന്റെ പ്ലാനൊക്കെ എങ്ങനെയാണ്? രാവിലെ എന്തായാലും ബൂത്തിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും നമ്മൾ ഹിയറിങ്ങിന് പോവുക. വൈകിട്ടും ബൂത്തിലേക്ക് എന്തായാലും ഇറങ്ങും. കോടതി തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ കേസിൽ എന്താണ് ബന്ധം എന്നാണ്. ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു CPM-ന്റെ ഇടപെടലായിട്ട് തോന്നിയിട്ടുണ്ടോ? 100% വൈഷ്ണ എന്നുള്ള കാൻഡിഡേറ്റ് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചല്ലോ. അപ്പം നല്ലൊരു പെർഫോമൻസ് അത് ഇലക്ഷന് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, അതിന് മുമ്പേ 2-3 വർഷമായിട്ട് KSUവിൻ്റെ ഭാരവാഹിയായി ഈ പ്രദേശത്ത് ഗ്രൗണ്ടിൽ നിന്ന് ധാരാളം നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ടാർഗറ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു വൈഷ്ണ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 24 വയസ്സുള്ള ഈ കുട്ടിയുടെ ഇലക്ഷൻ്റെ നോമിനേഷൻ റദ്ദാക്കണമെന്നുള്ള ഒരു താല്പര്യമാണ് CPM-നുണ്ടായിരുന്നത്. അതിനെ സഹായിക്കാൻ കുറേ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ നമ്മൾ വിടില്ല. പരാതി കൊടുത്ത വ്യക്തിയുടെ അഡ്രസ്സിൽ 22 വോട്ടാണ്. അപ്പം അതിന് പുറകെ നമ്മൾ ശ്രീ ജയസേഖർ പരാതി കൊടുത്തിട്ടുണ്ട്. ശക്തമായിട്ട് പരാതിക്കാരൻ്റെ പുറകെ നമ്മൾ പോകാൻ. KSUവിൻ്റെ പല നേതാക്കൾക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്ക് പോലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് KSUവിൻ്റെ കൂടി ഒരു വിജയമാണ്. തീർച്ചയായിട്ടും. കാരണം വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഘട്ടം തന്നെ കേരളത്തിലെ UDF-ൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടുതൽ ചെറുപ്പമായി. 24 വയസ്സുള്ള ശബരിചേട്ടൻ പറഞ്ഞതുപോലെ കേവലം 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ CPM ഇത്രയധികം ഭയക്കുന്നുണ്ടെങ്കിൽ അതിൽ മുട്ടടയിൽ CPM-ന് മുട്ടിടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഇത്ര അവർ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 40 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർക്ക് യാതൊരു വികസനത്തെ പറ്റിയും സംസാരിക്കാനില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ മാനസികമായി തളർത്തുന്ന തരത്തിലേക്ക് അവർ മുന്നോട്ട് പോകുന്നത്. കോടതിയുടെ കൂടി ഈ പരാമർശം വന്നതോടെ, അനുകൂല പരാമർശം വന്നതോടെ വീണ്ടും തിരഞ്ഞെടുപ്പ് പ്രചാരണം പുനരാരംഭിച്ചിരിക്കുകയാണ് മുട്ടട വാർഡിൽ വൈഷ്ണ. ജയചന്ദ്രൻ പുല്ലപ്പാറയ്ക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.